നമ്മുടെ മുന്നിൽ പോകുന്ന ഒരാൾ ആനയെ പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് ആന ഇത് ചെയ്യുന്നതുണ്ടോ. ചെറിയ ആന കുട്ടിയാന ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തില്. അതിന്റെയാണ് ചെറിയ പിണ്ടം. ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മളത് എണീറ്റ് ഇരിക്കുകയാണ് റൂമിൽ. സൈഡിൽ എണീറ്റ് കണ്ണൊക്കെ തിരുമ്മി പതുക്കെ വരുന്നുണ്ട്. പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം 6:30 കേട്ടോ. ജനാലയുടെ സൈഡിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് പിടിച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഞ്ഞുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നേരെ ബാക്ക് വശം ഒന്ന് നോക്കാം. റൂമിൻ്റെ പുറകിൽ നല്ല രീതിയിൽ ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി, സൂപ്പർ. ഈ ഒരു ഭാഗം മൊത്തം ഏലത്തോട്ടമാണ്. ഇത് ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയാണ്. അങ്ങോട്ട് 2 റൂമാണ് ഇവിടെ ഉള്ളത്. മുകൾ വശത്ത് ഈ ഒരു ബ്ലോക്കിൽ 3 റൂമും താഴെ 3 റൂമാണ് ഈ ഒരു കോട്ടേജിലുള്ളത്. ആ ഒരു ഭാഗത്തൊക്കെ വീടുകളാണ് കേട്ടോ. കോട്ടേജിൻ്റെ മുൻവശം ഇങ്ങനെയാണ് കേട്ടോ. എന്തായാലും രാത്രി നമ്മൾ വന്നപ്പോൾ കാണാൻ പറ്റിയല്ലോ. സൂപ്പർ. സൺറൈസൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ നല്ല അടിപൊളി മോർണിംഗ് ആണ് കേട്ടോ. കാൽവരി മൗണ്ടിൽ എണീറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. സാധാരണ വീട്ടിലേക്ക് എണീറ്റ് കഴിയുമ്പോഴത്തേക്കും കണ്ണും തിരുമ്മി കുറേ നേരം ചുമ്മാ ചടഞ്ഞുകൂടി ഇരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഫീലൊന്നും നമുക്ക് ഇവിടെ ശരിക്കില്ല. എണീറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു പക്ക ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലൊന്നും പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല തണുത്ത് വിറച്ച് കിടക്കുകയാണ്. ഗൂഗിളിൽ നോക്കിയപ്പോൾ 17 ഡിഗ്രി തണുപ്പാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ. ഇപ്പോൾ ഈ ഡിസംബറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കട്ട തണുപ്പായിരിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ കയറി ഫ്രഷായിട്ട് ട്രക്കിങ്ങിനുള്ള പരിപാടി നോക്കുക. കാരണം അധികം താമസിക്കാനില്ല. രാവിലെ തന്നെ ട്രക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീലുള്ളൂ. സോ ഇത് ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, അടിപൊളിയായിട്ട് ഇറങ്ങിയല്ലേ. തണുത്ത് വിറച്ച് കുറേ കാലം കൂടിയിട്ടാണ് മൂടി പുതച്ച് കിടന്നു. നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര ചൂടാണല്ലോ. രാവിലെ നല്ല ചൂട് വെള്ളത്തിൽ കുളിയായി കഴിഞ്ഞ് ചൂട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഉഷാറായി. ഇനിയിപ്പോൾ നേരെ ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് നേരെ ട്രക്കിങ്ങിന് വേണ്ടി കയറാൻ പോവാണ്. ഒരു സൺഡേ ഡേ ആണെന്ന്. നല്ല ബ്ലൂ സ്കൈ ആണ് കേട്ടോ. നല്ല അടിപൊളി അന്തരീക്ഷമാണ്, ക്ലൈമറ്റാണ്. അപ്പോൾ സേതു ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. വായൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചേക്കുവാണ്. നമ്മൾ ശ്രീജിത്ത് ഭായിയുടെ ഏലത്തോട്ടത്തിലേക്ക് ജസ്റ്റ് കയറുവാണ് കേട്ടോ. ഇവിടെ ശ്രീജിത്ത് ബ്രോയുടെ അമ്മ 5 ടീംസ് ഏലത്തിൻ്റെ വിളവെടുക്കുന്നുണ്ട്. എവിടെയാണാവോ ചേച്ചി പോയി? ശ്രീജിത്ത് ഭായിയുടെ അമ്മയല്ലേ? ദേ വരുന്നു. എവിടെയാ? ഓക്കെ. തോട്ടത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഏലത്തിൻ്റെ മണമുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാൻ പാടില്ല ഇതിൽ ഇറങ്ങണേന്ന്. നിങ്ങളുടെ തോട്ടത്തിൽ ആരാണ് അമ്മ? നമസ്കാരം. എൻ്റെ പേര് അഖിൽ കേട്ടോ. ഇവിടെ നേരത്തെ വന്നിട്ടില്ല, ആദ്യമാണ്. നിങ്ങളെ ഈ ഏലത്തിൻ്റെ വിളവെടുക്കുന്നത് എങ്ങനെയാ? ഇതെല്ലാം എടുത്തതാണോ? ഇത് കഴിഞ്ഞതല്ലേ? ഏലച്ചെടി കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത് ആണ് ഏലച്ചെടി. ഓക്കെ. അപ്പോൾ 45 ദിവസം കൂടുമ്പോൾ ഇത് വിളവെടുക്കും അല്ലേ? ഇതിപ്പോൾ പച്ചക്കായല്ലേ? ഇത് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതോ? ഇങ്ങനെ കൊടുക്കും, ഉണങ്ങാൻ കൊടുക്കും. നമ്മളെങ്ങനെ ഈ കളറിൽ ഉണങ്ങി കിട്ടും. കാറ്റും വെയിലൊന്നും കൊള്ളാതെയാ ഇത് ഉണങ്ങുന്നേ. വില എങ്ങനെയുണ്ട്? വില ഇപ്പോൾ 1500 1 കിലോ ഉണക്ക കഴിക്കും. 4000 5000 ഒക്കെ വന്നതാ ഉണ്ടായിരുന്നല്ലേ? കുറച്ച് കുറവാണ് ഇപ്പൊ ഈ കൊറോണ കാരണം. എല്ലാത്തിൻ്റെയും കാരണം കൊറോണയല്ലേ? ഈ കൊറോണ, അതെ. എന്ത് വന്നാലും ഇനി കൊറോണ നമുക്ക് പഠിക്കാം. അപ്പം ഞങ്ങളിത് ഏലത്തോട്ടത്തിൽ ഏലത്തിൻ്റെ വിളവെടുക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഈ പരിപാടിയാണ്. ഇവിടെ ചേച്ചിമാർ മാത്രമേ ഉള്ളൂ. ചേച്ചിമാരിങ്ങനെ ഓരോ ഏലത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പറിച്ച് ബക്കറ്റിലേക്ക് ഇടുന്നുണ്ട്.
അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ ഇവിടെ വന്നുകൊണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ കയറി പോകട്ടെ. അപ്പോൾ ശരി കേട്ടോ, വീഡിയോ വന്നു കഴിയുമ്പോൾ ശ്രീത് ബ്രോ ഇട്ട് തരും, അങ്ങനെ എല്ലാവരും കാണണം കേട്ടോ. ഓക്കെ, ഫോണുള്ളവർ എല്ലാവർക്കും കാണാം, ഫോണുള്ളവരെ നോക്കി കാണാം. ഇന്ന് വീക്കെൻഡ് ആയിട്ട് കാൽവരി മൗണ്ട് നല്ല രീതിയിൽ റൈഡേഴ്സും ട്രാവലേഴ്സും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിത് പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു മച്ചാനെ കണ്ടു കേട്ടോ. മനസ്സിലായി കാണും, യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആളാണ്, സോളോ ട്രാവലർ മനീഷ് ഭായ് ഇടുക്കിയിലുണ്ട്. ഇടുക്കിയിൽ കുറേ ദിവസമായിട്ട് ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് നിൽക്കും. അഖിലിനെ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഓക്കെ, വിചാരിച്ചില്ല, ആയിക്കോട്ടെ, പെട്ടെന്ന് യാദൃശ്യമായിട്ട് കണ്ട കേട്ടോ അഖിലിനെ. സന്തോഷം. അപ്പോൾ ഇനി എങ്ങോട്ടാ നിലവിൽ? ഞങ്ങള് കഴിഞ്ഞ ദിവസം കർണാടകയിലായിരുന്നു. ഓക്കെ, കർണാടകയിൽ നിന്ന് പിന്നെ ഇപ്പം ഇവിടെ ഇടുക്കി വന്നു. ഇടുക്കി ഞങ്ങള് ഫ്രണ്ട്സും പിന്നെ ഞാൻ ഇവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ട്. തൽക്കാലം ഇവിടെ താമസിക്കുകയാണ്. വെട്ടം കുറവല്ലേ? കുഴപ്പമില്ല, തൽക്കാലം ഇവിടെ താമസിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ വന്നു ഇവിടെ കാണാനൊക്കെ. അപ്പൊ ഇനി അവർക്ക് കൊണ്ടൊക്കെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. ഫ്രണ്ട്സ് വണ്ടികളുണ്ടല്ലേ? നല്ല കാലാവസ്ഥയല്ലേ, അടിപൊളി ക്ലൈമറ്റാ, സണ്ണി ഡേ. അപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, പൊളിയായിരുന്നു. ട്രിപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്, പൊള്ളി വീഡിയോസ് ആയിരുന്നു. അപ്പോൾ കണ്ടതിൽ വലിയ സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ ബൈ. വളരെ മിതമായ രീതിയിൽ, അതായത് വലിയ കൊല്ലില്ലാത്ത ടൈപ്പ് റെൻ്റുള്ള ഒരു കോട്ടേജാണ് കാൽവരി മൗണ്ടിലേത്. നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്, അതുകൂടാതെ സെൽഫ് കുക്കിങ്ങിനുള്ള സൗകര്യം ആളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫുഡ് ഇവിടെ കിട്ടും. ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഇവിടെ നമുക്ക് ഡിന്നറായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കിട്ടും. അതുകൂടാതെ നമുക്ക് സെൽഫ് കുക്കിംഗ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ബാർബി ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ബൈക്കിൽ തന്നെയുണ്ട്. അതുകൂടാതെ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവ്, ടെൻറ്റിങ്, അതുപോലെ ട്രെക്കിങ്, ഇതിലുള്ള എല്ലാ സംഭവം പുള്ളി തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇടുക്കി ഹോം സ്റ്റേയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇമാതിരി എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടും. നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി നൈസായിട്ട്, പിന്നെ തണുപ്പുള്ളതുകൊണ്ട് നല്ലൊരു ഉറക്കം കിട്ടി. അടിപൊളി സ്റ്റേ ആയിരുന്നു അല്ലേ ചെയ്തു? പിന്നെ നെറ്റ്വർക്ക് കുറച്ച് സീനുണ്ട് ജിയോയെ, എന്നാലും കിട്ടും, അത്യാവശ്യം കുഴപ്പമില്ല. ജിയോയും ഐഡിയയൊക്കെ ഉണ്ട്, ശ്രമിക്കുന്നുണ്ട്. വഴി പക്ഷെ കുറച്ച് മോശമാണ്. ഇത് നോക്കി ഒരു കുഞ്ഞൊരാള്. ഹലോ ഹലോ, എന്താ പേര്? ഏലിക്കുട്ടി. ഇത് നമ്മുടെ ജോ. നമ്മൾ രാവിലെ ജോനെ കണ്ടായിരുന്നു റൂമിന്റെ ബാക്കിൽ. ഇത് ഹരി ഭഗത് ആദികേശം. അപ്പോൾ ഇവര് ആ നിൽക്കുന്ന അജോഭായിയുടെ കൂടെ വന്നു കേട്ടോ. അജോഭായ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ എഴുതുന്ന ഒരു ഗ്രൂപ്പിന്റെ, ആ ഗ്രൂപ്പ് ഏതായിരുന്നു? യാത്രാ ഗ്രൂപ്പിന്റെ വൺ ഓഫ് ദ മെയിൻ അഡ്മിനാണ്, ഫൗണ്ടറാണ്. ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ പരിചയപ്പെട്ടുള്ളതാണ്, പക്ഷേ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് രണ്ടാൾക്കാരെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റി, സീരിയസ് ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളെ. ഒന്ന് നമ്മുടെ സോളോ ട്രാവലറിലെ മനീഷ് റോയും, ഇപ്പോൾ അജോഭായും. അപ്പോൾ അതെ, ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. വണ്ടി ബൈക്കിന് കുറച്ച് ദൂരം പോയിട്ട് വേണം നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി. അപ്പോൾ ഈ മച്ചാമാർ ജീപ്പിനാണ് വരാൻ പോകുന്നത്. ഫൈനലി ഞങ്ങൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ശ്രീത് ബ്രോ കുറച്ച് തിരക്കായി പോയി, കാരണം കുറച്ച് ഗസ്റ്റൊക്കെ രാവിലെ വന്നതുകൊണ്ട്. സമയം ആക്ച്വലി 10:30 ആയിട്ടേ ഉള്ളൂ, പക്ഷെ നല്ല ചൂടുണ്ട്. ഈ ഒരു മലയാളിലേക്ക് കയറുമ്പോൾ ഉള്ള ആ ഒരു ചൂടങ്ങോട്ട് കൂടും. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ മുകളിൽ ചെന്നിട്ട് താഴേക്ക് ഇറങ്ങാനാണ് നോക്കണത്. അത്യാവശ്യം കാറ്റുണ്ട്, തണുത്ത കാറ്റ്. പോകുന്ന വഴി ഇതാട്ടോ. സാധാരണ നമ്മുടെ വാഗമൺ മേഖലകളിൽ കാണുന്ന അതേ ടൈപ്പ് പുല്ലാണ് രണ്ട് സൈഡിലും. ശ്രീത് ഭായ് ഇതേ അവിടെ പോയിട്ട് നല്ല ഒന്നാന്തരം കാട്ടുപേരൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇട്ടോ, ഇതാണ് സാധനം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. പിടിച്ചോ. നമ്മൾ താഴെ വണ്ടി കൊണ്ടുവച്ച സ്ഥലമാണ് ആ കാണുന്നത്. അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ആ ഒരു പുരാതനമായൊരു ക്ഷേത്രമാണ് ആ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമെന്നാണ് പറഞ്ഞത്. ആ ഒരു തൊട്ട് താഴെ ഭാഗമാണ് നമ്മുടെ ഇടുക്കി കട്ടപ്പന
റോഡ് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേ. അപ്പോൾ ഈ ഒരു പാറപ്പുറത്ത് കൂടെ കയറി മുകളിലേക്കാണ് കേട്ടോ നമ്മൾ കയറി പോകുന്നത്. പേരയ്ക്ക ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പഴുത്തിട്ടില്ല, എന്നാലും മധുരമുണ്ട്. ചുമന്ന പേരയ്ക്കാണ് കേട്ടോ, കൊള്ളാം, മധുരമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരെ കല്യാണത്തണ്ടിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. ആകെപ്പാടെ നമ്മളൊരു 1 കിലോമീറ്റർ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 1 കിലോമീറ്ററാണ് നടന്ന് മുകളിലെത്തിയത്. അപ്പോൾ നടന്ന് മുകളിലെത്തി കഴിയുമ്പോൾ ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത്. ആ ഒരു ഭാഗത്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവിടെ കാണുന്നൊരു വെട്ട് പോലെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് നമ്മുടെ ദേവികുളം ഗ്യാപ്പ് റോഡാണ്. അവിടെ ആ ഗ്യാപ്പ് റോഡ് ഇടിഞ്ഞ ഭാഗമൊക്കെ കാണാം. ഈ ഒരു സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആനച്ചാൽ ഭാഗമൊക്കെ, ആ കാണുന്നത് മൂന്നാറിൻ്റെ ഭാഗമായിട്ടുള്ള ആനച്ചാലൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ സൈഡാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ഭാഗമാണ് കാൽവരി മൗണ്ട് വരുന്നത്. നമ്മളിത് ഈ വഴിയാണ് കയറി വന്നത്. കയറി ഇതേ മുകളിലെത്തി താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന സീൻ ദേ ഇതാണ് കേട്ടോ. നമ്മുടെ ഇടുക്കി റിസർവോയർ ഇങ്ങനെ നീണ്ട് വിരാജിച്ചിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ കാൽവരി മൗണ്ടിൽ കാണുന്ന ഒരു ലുക്കല്ല കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ റിസർവോയറിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും വ്യൂ ഉണ്ട്, ഇങ്ങോട്ടും വ്യൂ ഉണ്ട്. കല്യാണത്തണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള മലയിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് വരിക. അപ്പോൾ അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മേഖല മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ സെൻട്രലായതുകൊണ്ട് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് നമുക്ക് ശരിക്കും വ്യൂ പോകും. നമ്മൾ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നത് ഏതാണ്ട് ആ ഒരു ഭാഗമാണ്. അപ്പോൾ വെള്ളം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് 99% ഈ റിസർവോയറിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നൊരു ടൈമാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും. നമ്മളിവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റാണ്. എത്ര സമയം വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി തോന്നില്ല. അപ്പോൾ ശ്രീത്ത് ബ്രോ പറഞ്ഞതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ്, സ്പെഷ്യൽ ഗസ്റ്റിനെ മാത്രമേ പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളൂ. അതുപോലെ തന്നെ പോരുന്ന വഴി ഡിസ്ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക, എങ്ങനെയാണ് ഇത് ഇവിടെ വന്ന് എത്തിയെന്ന് പറയാൻ നമുക്ക് നിർവാഹമില്ല. അത് പുള്ളിയുടെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റാണ്. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പൊളിയാണ്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗത്തൊക്കെ ഒരുപാട് ആനകൾ കയറി ഇറങ്ങി വരുന്ന സ്ഥലമാണെന്നാണ് പറയണത്. പക്ഷേ സത്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത്രയ്ക്കും ജനവാസ മേഖലയായിട്ടുള്ള ആ ഭാഗത്തിൻ്റെ തൊട്ടടുത്ത് ഈ വന്യമൃഗങ്ങൾ ആനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ തൊട്ടടുത്ത് ആനപ്പണ്ടൊക്കെ കിടക്കുന്നത് നമ്മൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പറഞ്ഞാൽ വേറൊരു സംഭവമാണിത്. ഇത് കരിങ്കുറിഞ്ഞി എന്ന് പറഞ്ഞൊരു സാധനമാണ്. നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു വകുപ്പാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചില സമയങ്ങളിൽ ഇത് ഈ ഒരു മലയിൽ ഒരുപാട് വരും. ഇതേപോലത്തെ നീലപ്പൂക്കളുമായിട്ടിരിക്കും. നീലക്കുറിഞ്ഞിയല്ല, നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു വകഭേദം. ആനപ്പിണ്ടം. ഇത് എത്ര ദിവസം പഴക്കം ഉണ്ടാവും? ഇത് നല്ല പഴക്കം ഉണ്ടല്ലേ? അത്യാവശ്യം ഒരാഴ്ചയ്ക്ക് മുകളിലുണ്ട്. ഒരാഴ്ചയ്ക്കും 10 ദിവസത്തെ പഴക്കം. അപ്പോൾ ഈ ഒരു പുൽമേടൊക്കെ ആനയുടെ ഒരു അതുണ്ടോ? അതിനിടയ്ക്ക് കണ്ട ഒരു കുറെ പുല്ലുകൾ ചവിട്ടി മതിച്ച പോലെ. അത് ആന കിടന്നതാണ്. ആന കിടന്നതാണ്. അല്ല, നമ്മുടെ മുന്നിൽ പോകുന്ന ഒരാൾ ആനയെ പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് ആന ഇത് ചെയ്യുന്നതുണ്ടോ? ചെറിയ ആന, കുട്ടിയാന ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. അതിൻ്റെയാണ് ചെറിയ പിണ്ടം അല്ലേ? അതെ, ഇവര് ശരിക്കും ആനകൾ ഈ ഒരു ഡാം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുക ചെയ്യുമോ? നീന്താൻ ഞാൻ മറ്റേ ഈ ഐലൻഡ്സിൽ നിന്നൊക്കെ അങ്ങോട്ട് കണ്ടിട്ടുണ്ടല്ലേ? അതൊക്കെ ഒരു വല്ലാത്തൊരു കാഴ്ചയാണല്ലോ. ആ ഒരു വെള്ളത്തിൽ കാണുന്ന ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ മേഘത്തിന്റെ ഷാഡോ അല്ലേ? നല്ല കാറ്റാണ് കേട്ടോ. നമ്മുടെ ഓഡിയോ ചിലപ്പം ബ്രേക്ക് ആവും, ക്ഷമിക്കുക. കാരണം നല്ല കാറ്റാണ്, നല്ല രീതിയിൽ കാറ്റ് അടിച്ചു കയറുന്നുണ്ട്. ആ പുല്ലിൻ്റെ സൗണ്ട് കൂടെ ആകുമ്പോഴത്തേക്കും നല്ല നോയ്സ് ഉണ്ട്. അപ്പോൾ ചെറിയ ആനക്കുട്ടിയുടെ പിണ്ടമൊക്കെ നമ്മൾ കണ്ടു, ഹാപ്പിയായി. ആനയെ കൂടെ കണ്ടായിരുന്ന ഹാപ്പി ആയനെ. കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ധൈര്യമൊക്കെ ചോർന്നു പോകുമല്ലേ? ഫ്രണ്ടിൽ കൂടെയാണോ ബാക്കിൽ കൂടെയാണോ ചോരുന്നത് നോക്കിയാൽ മതി.
നമ്മുടെ ഇവിടുത്തെ ജണ്ട നിൽക്കുന്നത്, മീൻസ് അതിർത്തി തിരിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇപ്പുറത്തേക്ക് റവന്യൂ ഭൂമിയാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് നിയമപരമായിട്ട് ഈ ഒരു ഭാഗം വരെ വരാൻ അനുവാദമുള്ളൂ അല്ലേ? ഈ ജണ്ടയുടെ ഇവിടം വരെ വരാൻ അനുവാദമുള്ളൂ. അപ്പുറത്തേക്ക് പോകുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. അതായത് ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്കാണ് കിടക്കുന്നത്. അവർക്ക് കേസെടുക്കാം, അതിൻ്റേതായ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരൊക്കെ ആ ഒരു നിയമമൊക്കെ ഒന്ന് കൃത്യമായിട്ട് പാലിക്കാനൊക്കെ ശ്രദ്ധിക്കുക. 70,000 രൂപ ഫൈനല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടെൻറ്റിങ് ഒക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പല ആൾക്കാരും. മിക്കവാറും കമൻറ്റിലൊക്കെ വരും. ടെൻറ്റിങ് സ്ട്രിക്ട്ലി ഇവിടെ പറ്റത്തില്ല. കാരണം മറ്റൊന്നുമല്ല, ഒന്ന് ഇവിടുത്തെ കാറ്റ്, പിന്നെ പ്രതികൂലമായിട്ടുള്ള കുറേ കാലാവസ്ഥ. അതായത് മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ, വൈൽഡ് ലൈഫ് കൂടുതലുള്ള സ്ഥലമാണിത്. ആന, പന്നി, പിന്നെ പെരുമ്പാമ്പ്, അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ടെൻറ്റിങ് പോസിബിൾ അല്ല. ടെൻറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കണം. കാര്യം ശരിയാണ്, നമുക്കിവിടെ ഒരു ട്രാവലേഴ്സിനെ സംബന്ധിച്ച് ഇവിടെ ടെൻ്റ് അടിച്ചാൽ കൊള്ളാമെന്നൊക്കെ തോന്നും. കാരണം ആ ഒരു മലമണ്ടയിലൊക്കെ ടെൻ്റ് അടിച്ചൊരു നൈറ്റ് തങ്ങുക എന്നൊക്കെ പറഞ്ഞത്, നക്ഷത്രങ്ങളെ നോക്കി കിടക്കാമെന്നൊക്കെ പറഞ്ഞത് ഒരു ഭയങ്കര അത്ഭുതകരമായ ഒരു നിമിഷങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ പറ്റത്തില്ല, അത് ചില പ്രശ്നങ്ങളുണ്ടല്ലോ. അതെ, ജീവിതത്തിന് അവസാന നിമിഷമായിരിക്കും. എന്തായാലും നമുക്ക് പതുക്കെ താഴേക്ക് ഇറങ്ങാം. സമയം ഇപ്പം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ചെയ്തു, നമുക്ക് ഇറങ്ങിയാലോ താഴേക്ക്? ഓക്കെ. ഇങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ശ്രീത് ബ്രോ കുറേ തവണ പറഞ്ഞു നല്ല രീതിയിൽ ആനച്ചൂരടിക്കുന്നുണ്ട്, ഇവിടെ എവിടെയോ ആൾ നിൽപ്പുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും മറിഞ്ഞ് നിൽപ്പുണ്ടാവും. ആന ചവിട്ടിയ പാടാണ് ഈ കാണുന്നത്. അപ്പം നമുക്കതൊരു എന്തായാലും ഈ ഒരു ഭാഗത്ത് ആന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പായി. ഒന്ന് ആനപ്പിണ്ടം കണ്ടു, പിന്നെ കാൽപ്പാട് കണ്ടു. അത് കൂടാതെ നല്ല രീതിയിൽ ആനച്ചൂരൂടെ അടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ചൂടുണ്ട്, കാറ്റുണ്ടെങ്കിൽ പോലും. മാക്സിമം ഒരു നല്ല സമയം എന്ന് പറയുന്നത് മോർണിംഗ് ടൈമും ഈവനിങ് ടൈമുമാണ്. അത് ഏത് ട്രെക്കിങ്ങിനായാലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം കാൽവരി മൗണ്ടിലെത്തി ഇടുക്കി ഹോംസ് എന്ന് പറയുന്ന നമ്മുടെ ശ്രീജിത് ഭായിയുടെ ഹോം സ്റ്റേയിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ യൂഷ്വൽ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിൽ പോയി, പവലിയനിൽ പോയി, അവിടെ നിന്ന് അടിപൊളി ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ട് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ കല്യാണത്തണ്ട് ആ ഒരു ഇടുക്കി ഡാമിൻ്റെ ഒരു മെയിൻ ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യൂ കിട്ടുന്ന ആ കല്യാണത്തണ്ടിൻ്റെ ഭാഗത്ത് ട്രെക്ക് ചെയ്ത് ഒരു അടിപൊളി വ്യൂ ഒക്കെ കണ്ടു. അപ്പോൾ വളരെ ഹാപ്പിയാണ്. നല്ലൊരു ചെറിയൊരു ട്രിപ്പായിരുന്നു, പക്ഷേ എങ്കിൽ പോലും നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പം സാധനങ്ങളൊക്കെ ഇത് എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു. അപ്പോൾ പോകുന്ന വഴി ഒന്ന് ലഞ്ചോടെ കഴിച്ചിട്ട് ഏതെങ്കിലും നമ്മുടെ ഒരു ഇടുക്കി ഹോട്ടലിൽ കയറിയിട്ട് ഇടുക്കി സ്റ്റൈൽ ഫുഡോടെ കഴിച്ചിട്ട് നമ്മളിവിടുന്ന് സ്ഥലം കാലിയാക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2 എപ്പിസോഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തംസ് അപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈം ഈ ചാനൽ കാണുന്ന മച്ചന്മാർ ചാനലൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.